जीत के वो आ गए, कह दो ये बात, हमारे साथ आओ ना आओ. കുടിയേറ്റ കർഷകരുടെ പ്രതീക്ഷയ്ക്ക് കരുത്തായി ജോസ്മി തോമസ്. ചുങ്കത്തറ ഡിവിഷനിൽ നിന്നും മലപ്പുറം ജില്ലാ പഞ്ചായത്തിലേക്ക് UDF-ന് വേണ്ടി രംഗത്തെത്തുന്നത് അഡ്വക്കേറ്റ് ജോസ്മി തോമസ് ആണ്. പ്രിയമുള്ളവരെ, ഞാൻ അഡ്വക്കേറ്റ് ജോസ്മി തോമസ്. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ചുങ്കത്തറ ഡിവിഷനിൽ നിന്നും UDF-ന്റെ സ്ഥാനാർത്ഥിയായിട്ടാണ് ഞാൻ ജനവിധി തേടുന്നത്. ചുങ്കത്തറ പൂക്കോട്ടുമണ്ണയാണ് എന്റെ സ്വദേശം. ചുങ്കത്തറ മുതൽ അരീക്കോട് വെറ്റിലപ്പാറ വരെ 62 വാർഡുകളിലായി വ്യാപിച്ചു കിടക്കുന്ന ഡിവിഷനിൽ പരമാവധി വോട്ടർമാരെ നേരിൽ കാണാനുള്ള ശ്രമത്തിലാണ് യുവതയുടെ പ്രതീകമായ ജോസ്മി തോമസ്. ഉമ്മൻചാണ്ടി ഭരണകാലത്ത് ഹൈക്കോടതിയിൽ പബ്ലിക് പ്രോസിക്യൂട്ടറായിരുന്ന നിലവിൽ ഹൈക്കോടതി വക്കീലായ ഡാൽബി ഇമ്മാനുവലാണ് ഭർത്താവ്. അതിരാവിലെ ആരംഭിക്കുന്ന പ്രചാരണ പ്രവർത്തനങ്ങൾ അവസാനിക്കുന്നത് മിക്കവാറും രാത്രി ഏറെ വൈകിയാണ്. ചെറുപ്പത്തിന്റെ ചുറുചുറുക്കും ഊർജവും കൈമുതലായുണ്ട്. എതിരാളികളുടെ പ്രധാന പ്രചാരണം ജോസ്മി തദ്ദേശവാസിയല്ലെന്നാണ്. എരുമമുണ്ട നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിലും ചുങ്കത്തറ മാർത്തോമ കോളേജിലും പഠനം പൂർത്തിയാക്കിയ ജോസ്മി LLB കഴിഞ്ഞ് വിവിധ കോടതികളിൽ പ്രാക്ടീസ് ചെയ്തു വരികയാണ്. യാഥാർത്ഥ്യം ഇതായിരിക്കെ നാട്ടുകാരിയെ അല്ല എന്ന നുണപ്രചരണം എന്തിനെന്ന് ജോസ്മി ചോദിക്കുന്നു. എന്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം MS NSS ചക്കാലക്കുത്ത് നിലമ്പൂരും, +1 +2 വിദ്യാഭ്യാസം നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂൾ എരുമമുണ്ടയിലുമായിട്ടാണ് പൂർത്തിയാക്കിയത്. അതിനുശേഷം ചുങ്കത്തറ മാർത്തോമ കോളേജിൽ നിന്നും ഡിഗ്രി എടുത്ത ശേഷമാണ് ബിരുദാനന്തര LLB കോഴ്സുകൾ പൂർത്തിയാക്കിയത്. കൂടുതലും കർഷകർ ഇടതങ്ങി പാർക്കുന്ന ഡിവിഷനിൽ ഒരു കർഷക പ്രതിനിധിയെ തന്നെ സ്ഥാനാർത്ഥിയായി കിട്ടിയതിന്റെ ആവേശത്തിലാണ് കുടിയേറ്റ ജനത. ചുങ്കത്തറ പൂക്കോട്ടുമണ്ണയിലെ വീട്ടിൽ സ്വന്തമായി ഒരു പശുവളർത്തൽ കേന്ദ്രം ജോസ്മിക്കുണ്ട്. ഇവയ്ക്കായി കാലിത്തീറ്റ പുൽകൃഷിയും പാടശേഖരത്തിലുണ്ട്. കോടതിയും പൊതുപ്രവർത്തനങ്ങളും ഒരു വശത്ത് നടക്കുമ്പോൾ തന്നെ കാർഷിക പ്രവർത്തികൾക്കായും ജോസ്മി സമയം കണ്ടെത്തും. കന്നി അംഗമാണെങ്കിലും കാഴ്ചപ്പാടിലും തീരുമാനങ്ങളിലും തീർച്ചയും മൂർച്ചയും ആ മുഖത്ത് ദൃശ്യമാണ്. വന്യമൃഗശല്യവും കാർഷിക വിലയിടവുമാണ് മലയോര മക്കൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. ഒരു കുടിയേറ്റ കർഷക കുടുംബത്തിൽ നിന്ന് വന്ന എനിക്ക് കർഷകർ നേരിടുന്ന അടിസ്ഥാന പ്രശ്നങ്ങൾ മനസ്സിലാക്കുവാനും അതുപോലെ തന്നെ നമ്മുടെ നാട് അനുഭവിക്കുന്ന വന്യജീവി ആക്രമണം, ആരോഗ്യരംഗത്തെ തകർച്ച തുടങ്ങിയ അടിസ്ഥാന പ്രശ്നങ്ങളിൽ ഫലപ്രദമായ ഇടപെടലുകൾ നടത്താൻ എനിക്ക് കഴിയും. വിജയിച്ചു വന്നാൽ ഈ രംഗത്ത് വിപ്ലവകരമായ മാറ്റം സൃഷ്ടിക്കാൻ ഉതകുന്ന പദ്ധതികൾ വിഭാവനം ചെയ്യും. കുടിയേറ്റ കർഷകരായ തേൾപ്പാറ പുത്തൻപുരയ്ക്കൽ തോമസ് മരിയ ദമ്പതികളുടെ മകളാണ് ജോസ്മി തോമസ്. രാഷ്ട്രീയ പാരമ്പര്യം പേറുന്ന തറവാട്ടിൽ നിന്ന് തന്നെയാണ് ജോസ്മിയുടെ രംഗപ്രവേശം. ജോസ്മിയുടെ സഹോദരൻ ജോബിൻ തോമസ് അമരമ്പലം കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറിയാണ്. നാട്ടുകാരനും CPIM നേതാവുമായ M സ്വരാജിന്റെ സമകാലികനാണ്. ചുങ്കത്തറ മാർത്തോമ കോളേജിൽ സ്വരാജ് നേതൃത്വം നൽകുന്ന SFI മുന്നണിയെ പരാജയപ്പെടുത്തി കോളേജ് യൂണിയൻ ചെയർമാൻ പദം അലങ്കരിക്കാൻ കഴിഞ്ഞ ജോബിൻ തോമസിന്റെ സഹോദരിക്ക് രാഷ്ട്രീയ ഉൾക്കാഴ്ച ആരും പഠിപ്പിക്കേണ്ട എന്നത് വ്യക്തമാണ്. നിലമ്പൂർ MLA ആര്യാടൻ ഷൗക്കത്തിന്റെ വികസന സങ്കല്പങ്ങളോടും നടപടികളോടും ചേർന്ന് നിൽക്കാൻ അവസരം ലഭിക്കുമെന്ന് തന്നെയാണ് ജോസ്മിയുടെ വിശ്വാസം. മണ്ഡലത്തിൽ മത്സരിക്കുന്ന UDF സാരഥികൾ ഒറ്റയ്ക്കല്ല, ഞാനുമുണ്ട് അവരുടെ കൂടെ എന്ന MLA-യുടെ പ്രഖ്യാപനം തരുന്ന ആത്മവിശ്വാസം ചെറുതല്ലെന്നും ജോസ്മി പറയുന്നു. ഈ നാടിന്റെ ക്ഷേമകാര്യങ്ങൾക്ക് ഇവര് മാത്രമല്ല ഉണ്ടായിരിക്കുക, ഇവരുടെ കൂടെ ആര്യാടൻ ചുങ്കത്തിൽ കൂടെ ഉണ്ടായിരിക്കും എന്ന് ഞാൻ വീണ്ടും ഉറപ്പുന്നില്ല. പൂവത്തിക്കടവ് ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി നല്ലംതണ്ണി പാട്ടത്തിൽ പാടശേഖരം വരെ നീട്ടാൻ MLA-യുടെ സഹായം തേടിയിട്ടുണ്ട്. ആയിരക്കണക്കിന് ഹെക്ടർ കൃഷിയിടം സമ്പന്നമാക്കാൻ ഇതിലൂടെ സാധിക്കും. കൂടാതെ സ്ത്രീ സുരക്ഷ, ക്യാൻസർ, കിഡ്നി രോഗികൾക്ക് ചികിത്സാ സഹായ പദ്ധതിക്ക് രൂപം നൽകുമെന്നും ജോസ്മി തോമസ് പറയുന്നു. എല്ലാത്തിനുമുപരി ജനപ്രിയ MLA ആര്യാടൻ ഷൗക്കത്തിന്റെയും DCC പ്രസിഡന്റ് VS ജോയിയുടെയും ഉപദേശ നിർദ്ദേശങ്ങളും സഹായവും ഉണ്ട്. ഇത് ഭരണതലത്തിലും വികസന കാര്യങ്ങളിലും പരമാവധി ജനോപകാരപ്രദമാക്കാൻ സഹായിക്കുമെന്നും ജോസ്മി അഭിപ്രായപ്പെടുന്നു. പരമാവധി സമയനിഷ്ഠ പാലിച്ചുള്ള സ്ഥാനാർത്ഥി പര്യടനം ജോസ്മിയുടെ പ്രവർത്തനത്തെ വേറിട്ടതാക്കുന്നു. ഓരോ വാർഡിലും മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ അരികെ ചേർത്താണ് ഭവന സന്ദർശനം. ജാട ഏതുമില്ലാതെ അവരുടെ അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും മുന്തിയ പരിഗണന. UDF-ന്റെ 3 സ്ഥാനാർത്ഥികൾക്കും വോട്ട് ചോദിച്ചുള്ള എളിയ അഭ്യർത്ഥന, വീട്ടുകാർക്കും സന്തോഷം.
ചിലർ ഒറ്റ വോട്ട് ചോദിച്ചാണ് വരുന്നത് മോളെ എന്ന വീട്ടമ്മമാരുടെ പരിഭവം. ഓ, അതൊന്നും കാര്യമാക്കേണ്ടെന്നേ ലാളിത്യം നിറഞ്ഞ ജോസ്മിയുടെ മറുപടി. ഇതിനിടെ അമ്മായിയമ്മ റോസി ഇമ്മാനുവൽ മരുമകൾക്കു വേണ്ടി വോട്ടഭ്യർത്ഥിച്ച് കൂടെ തന്നെയുണ്ട്. രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും ചിത്രങ്ങൾ കൈപ്പത്തിയിൽ പതിപ്പിച്ചാണ് അമ്മായിയമ്മയുടെ വേറിട്ട വോട്ടഭ്യർത്ഥന. ജോസ്മി തോമസ് കളം നിറയുമ്പോൾ UDF പ്രതീക്ഷ വാനോളമാണ്. വന്യമൃഗശല്യവും കാർഷിക വിളകളുടെ വിലയിടവും ഏറെ ചർച്ചയാവുന്ന ഡിവിഷനിൽ സംസ്ഥാന ഭരണവിരുദ്ധ വികാരവും ശക്തമാണ്. പ്രത്യേകിച്ച് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയും വിലക്കയറ്റവും അഴിമതിയും ഒക്കെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. തികഞ്ഞ വിജയപ്രതീക്ഷയിൽ ഒരു ദിവസത്തെ പ്രചാരണ പ്രവർത്തനം രാത്രി ഏറെ വൈകി അവസാനിപ്പിക്കും നേരവും നാളത്തെ പ്രോഗ്രാം ചാർട്ട് ചെയ്യുന്ന തിരക്കിലാണ് ജോസ്മി. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ വിഷൻ, മലപ്പുറം.